നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ MBBS നേടിയ യുവാവിന്റെ വിജയകഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോൾ മാറിയത്. ഡോക്ടർ ഗണേഷ് ബാരയ്യ എന്ന യുവാവാണ് പരിമിതികളെ മറികടന്ന് തന്റെ ലക്ഷ്യം നേടിയത്. ഉയരം ഒന്നിനും തടസ്സമല്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഗണേഷ് ബാരയ്യ. 3 അടി ഉയരമുള്ള ഗണേഷ് നിലവിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ മെഡിക്കൽ ബിരുദധാരിയാണ്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഗണേഷ് തന്റെ MBBS ബിരുദം നേടിയെടുത്തത്. ഇപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ ഭാവ്നഗർ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായി സേവനം ചെയ്യുന്നു. നിരവധി പ്രതിബന്ധങ്ങൾ കടന്നു നേടിയ വിജയത്തിന് ഇരട്ടി മധുരമാണ് ഉള്ളതെന്ന് ഗണേഷ് ബാരയ്യ പറയും. ഡോക്ടർ ആവണമെന്ന ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെയുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. മനസ്സിലുള്ള ആ ആഗ്രഹം വളർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം അതിനൊപ്പിച്ച് വളർന്നില്ല. പ്രായപൂർത്തിയായപ്പോഴേക്കും 3 അടി ഉയരവും 20 കിലോഗ്രാം ഭാരവും മാത്രമാണ് ഗുജറാത്തി സ്വദേശിയായ ഗണേഷ് ബാരയ്യക്ക് ഉണ്ടായിരുന്നു. ശാരീരിക വളർച്ച എത്താത്തതിനാൽ അദ്ദേഹത്തിന് 72% ചലന വൈകല്യവും ഉണ്ടായിരുന്നു. ഇത് ഡോക്ടർ ആകണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുകയായിരുന്നു. ഒടുവിൽ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്ക് പിന്നാലെ തന്റെ ആഗ്രഹം സാധിച്ച് അദ്ദേഹം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. 2018 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് MBBS കോഴ്സിന് പ്രവേശനം നിഷേധിച്ചതോടെയാണ് ഗണേഷിന്റെ നിയമ പോരാട്ടം ആരംഭിച്ചത്. പക്ഷേ കർഷകരായിരുന്ന ഗണേഷിന്റെ കുടുംബത്തിന് ആ കേസൊന്നും നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. അതിനു പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദൽബത് ഭായ് കതാരിയുടെ സഹായത്തോടെ അദ്ദേഹം ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മെഡിക്കൽ കൗൺസിലിന്റെ ആ തീരുമാനം ശരിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ അതുകൊണ്ടൊന്നും തോറ്റ് പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. ഗണേഷ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗണേഷിന് പ്രവേശനം നിഷേധിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇത് അദ്ദേഹത്തിന് മെഡിസിൻ പഠിക്കാനുള്ള വഴിയൊരുക്കി. അങ്ങനെ 2019 അദ്ദേഹം ഭാവ്നഗർ മെഡിക്കൽ കോളേജിൽ ചേർന്നു. ബിരുദവും ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി. ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ഗണേഷ് ബാരയ്യയാണ്. പഠനകാലം അല്പം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അനാട്ടമി ക്ലാസുകളിൽ മുന്നിലെ സീറ്റുകൾ റിസർവ് ചെയ്തും ശസ്ത്രക്രിയ പരിശീലന സമയത്ത് ശസ്ത്രക്രിയ ടേബിൾ കാണാനും സഹപാഠികളും പ്രൊഫസർമാരും തന്നെ ഏറെ സഹായിച്ചു എന്നാണ് ഗണേഷ് പറയുന്നത്. ഇന്ന് തന്നെ കാണാനെത്തുന്ന രോഗികൾ തന്റെ രൂപം കാണുമ്പോൾ ആദ്യം അമ്പരക്കുന്നു. പിന്നെ സംസാരിച്ചു കഴിയുമ്പോൾ അവർ തന്നിൽ വലിയ വിശ്വാസം കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ഉയരം 3 അടി ആണെന്നും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി പ്രവേശനം തടഞ്ഞിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി എന്റെ കൂടെ നിന്നു. ഗണേഷ് MBBS അഡ്മിഷന് അർഹനാണെന്ന് ആ കോടതി വിധിച്ചു. ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു അത്. ഇന്ന് സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരെ സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചുവെന്നും വളരെ സന്തോഷത്തോടെ ഗണേഷ് പറയും. ഗണേഷിന്റെ അച്ഛനമ്മമാർ കർഷകരാണ്. 7 സഹോദരിമാരും ഒരു ഇളയ സഹോദരനും ഉൾപ്പെടെ 9 മക്കളാണുള്ളത്. ഇന്നും നല്ലൊരു വീട് ഗണേഷിന് സ്വന്തമായിട്ടില്ല. എന്റെ കുടുംബം ഇപ്പോഴും ഒരു കച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഇഷ്ടിക വീട് പണിയുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് ഗണേഷ് ടൈംസ് ഓഫ് ഇന്ത്യയോട് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പലപ്പോഴും പണമില്ലാതെ വന്നതിനാൽ വീട് പണി പലതവണ നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ ശമ്പളം ഉപയോഗിച്ച് എനിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ആത്മവിശ്വാസത്തോടെ ഗണേഷ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഡോക്ടർ എന്ന പദവിക്കും 25-കാരനായ ഡോക്ടർ ഗണേഷിനെ പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.